ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥിനികൾക്കായി പുതിയ തുടക്കവുമായി കൊണ്ടോട്ടി നിയോജക മണ്ഡലം. പദ്ധതിയുടെ ഉദ്ഘാടനം MLA TV ഇബ്രാഹിം നിർവഹിച്ചു. കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥിനികളിൽ ആത്മവിശ്വാസവും സ്വാശ്രയത്വവും വളർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി അവർക്ക് ഗവൺമെന്റ് ജോലി ലഭിക്കുന്നതിനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായി കൊണ്ടോട്ടി മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന അക്ഷരശ്രീ പദ്ധതിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥിനികളുടെ PSC വൺ ടൈം രജിസ്ട്രേഷന്റെ ഉദ്ഘാടനം കൊണ്ടോട്ടി ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ MLA TV ഇബ്രാഹിം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വിനീഷ് OP അധ്യക്ഷത വഹിച്ചു. അക്ഷരശ്രീ കോർഡിനേറ്റർ KM ഇസ്മയിൽ പദ്ധതി വിശദീകരിച്ചു. ഏലങ്കയിൽ മുംതാസ്, PTA വൈസ് പ്രസിഡന്റ് അബ്ദുൽ മജീദ്, കോളേജ് യൂണിയൻ അഡ്വൈസർ ഡോക്ടർ അബിദ ഫാറൂഖി, സൈലം PSC പരീക്ഷാ വിഭാഗം മാനേജർ കിരൺ, കോളേജ് യൂണിയൻ ചെയർമാൻ മുഹമ്മദ് സാബിർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ആദ്യഘട്ടത്തിൽ മണ്ഡലത്തിലെ കോളേജുകളിലും തുടർന്ന് മണ്ഡലത്തിന് പുറത്ത് പഠനം നടത്തുന്നവരും 18 വയസ്സ് പൂർത്തീകരിച്ചവർക്കും വൺ ടൈം രജിസ്ട്രേഷൻ നടത്തി. അവർക്ക് ഗവൺമെന്റ് ജോലിയുടെ പ്രാധാന്യവും പ്രസക്തിയും വിശദീകരിക്കുന്ന വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ച ശേഷം അവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്ക് സൗജന്യമായി മികച്ച ഓൺലൈൻ ഓഫ്ലൈൻ പരിശീലനങ്ങളും പഠന സഹായികളും പ്രത്യേക അഭിമുഖ പരിശീലനങ്ങളും നൽകി ജോലി നേടുവാൻ പ്രാപ്തരാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതി പ്രകാരം മണ്ഡലത്തിലെ കോളേജുകളിൽ നിന്ന് 1500-ലധികം കുട്ടികൾക്ക് PSC വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് അക്ഷരശ്രീ PSC കോർഡിനേറ്റർ KM ഇസ്മയിൽ പറഞ്ഞു.